കിഴക്കൻ ബുർക്കിന ഫാസോയിൽ വേരൂന്നിയ തീവ്രവാദ ആക്രമണങ്ങൾക്കിടെ പ്രാർത്ഥനയാചിച്ച് വൈദികൻ. ഫാദ എൻ ഗൗർമ രൂപത പരിധിയിൽ നിരവധി തീവ്രവാദ ആക്രമണങ്ങൾ അനുദിനം നടക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പേര് വെളിപ്പെടുത്താത്ത ഒരു വൈദികൻ എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ് സംഘടനയിലൂടെ പ്രാർത്ഥനയാചിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. പിയേലയിലെയും സാറ്റെങ്കയിലെയും ഇടവക പരിധിയിൽ നടന്ന ആക്രമണങ്ങൾ നിരവധി പേരുടെ മരണത്തിന് കാരണമായി. ആക്രമണങ്ങൾ പെരുകുന്ന ഈ പശ്ചാത്തലത്തിൽ എല്ലാവരുടെയും ശക്തമായ പ്രാർത്ഥനയാചിക്കുകയാണ് എന്ന് വൈദികൻ പറഞ്ഞു. ഒക്ടോബർ ആദ്യവാരത്തിൽ രൂപതയിലെ മാന്നിയിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 150 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഒക്ടോബർ 20-ന് തെക്ക് കിഴക്കൻ ഫാദ എൻ ഗൗർമയിലെ സാറ്റേങ്ക ഇടവക ഉൾപ്പെടുന്ന 2 ഗ്രാമങ്ങളായ സിയേലയും കോംബേഗോയും 100ഓളം ഭീകരരുടെ നേതൃത്വത്തിലാണ് ആക്രമിച്ചത്. ഞായറാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് വെടിവെപ്പുണ്ടായത്. 2015 മുതൽ രാജ്യം ഭീകരാക്രമണ ഭീഷണിയിലാണ് കഴിയുന്നതെന്നും വൈദികൻ വെളിപ്പെടുത്തി. ക്രൈസ്തവർ ഉൾപ്പെടെ നിരവധി പേരാണ് ഭീഷണി ഭയന്ന് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ആഫ്രിക്കയിൽ ഇസ്ലാമിക തീവ്രവാദം ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് ബുർക്കീന ഫാസോ. കഴിഞ്ഞ വർഷം പെന്തക്കുസ്ത തിരുനാളിനോട് അനുബന്ധിച്ച് നടന്ന ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും അനേകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 2023-ലെ റിലീജിയസ് ഫ്രീഡം റിപ്പോർട്ട് പ്രകാരം 13 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളിലൊന്നാണ് ബുർക്കീന ഫാസോ. 2019-ലെ സെൻസസ് പ്രകാരം രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ 63.8% മുസ്ലിങ്ങളും 26.2% ക്രൈസ്തവ വിശ്വാസികളുമാണ്.